ഇന്ന് വിരിഞ്ഞ പൂക്കളെ കാണുന്നതിന് മുൻപ് നമുക്ക് ഇന്നലെ നട്ട പെറ്റൂണിയയുടെ സ്ഥിതി അറിയണ്ടേ? അതൊന്ന് നോക്കിയിട്ട് വരാം. പെറ്റൂണിയ ഒരുവിധം എല്ലാം തന്നെ ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. ഒന്നോ രണ്ടോ എണ്ണത്തിന് ചെറിയ വാട്ടങ്ങളുണ്ടെങ്കിലും അവരും പതുക്കെ പിടിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. ജറബറ പതിവ് പോലെ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. പെറ്റൂണിയ വിട്ടൊരു കളി നമുക്കില്ലല്ലോ. എത്ര നാളത്തേക്കാണ് ഈ സ്ഥിതിയെന്ന് അറിയില്ല. എങ്കിലും ഉള്ളതുകൊണ്ട് ഓണം പോലെ. ഓണം വന്നതും പോയതും ഒന്നും ഞാൻ അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ചെണ്ടമല്ലി ഇപ്പോഴും നമുക്ക് പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓറഞ്ചും മഞ്ഞയും ഒക്കെ നിറഞ്ഞു പൂക്കുന്നുണ്ട്. റോസിലും പുതിയ മുട്ടുകളും പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങി. കഴിഞ്ഞ ട്രിപ്പ് പൂവുണ്ടായതിന് ശേഷമുള്ള പ്രൂണിങ് നമ്മുടെ കയ്യിൽ നിന്ന് ചെറുതായൊന്ന് മിസ്സായതുകൊണ്ട് ഇപ്രാവശ്യം മുട്ടുകളൊക്കെ കുറച്ച് കുറവാണ്. പൂക്കളുടെ വലിപ്പത്തിലും ഉണ്ട് ആ വ്യത്യാസം. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ചെറിയ പൂക്കളാണ് ഇപ്രാവശ്യം. കഴിഞ്ഞ ദിവസം ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് ഈ റോസ്മേരി ചെടി. 80 രൂപയാണ് ആയത്. ചെടിയുടെ വലിപ്പവും പ്രായവും നോക്കുമ്പോൾ അതൊരു നഷ്ടമായി തോന്നിയില്ല. പക്ഷേ ചെടിയുടെ കടയ്ക്ക് ഒരു ചെപ്പ് കണ്ടു. അതാണ് നമ്മുടെ ഇന്നത്തെ പണി. സാധാരണയായി ഇത്തരം ചെറിയ പോട്ടുകളിലാണ് നഴ്സറികളിൽ ചെറിയ തൈകളും കട്ടിങ്സും വളർത്താനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഓർക്കിഡ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന പോട്ടിൻ്റെ ചെറിയ രൂപമാണ്. ഈ ചെറിയ പോട്ടിൽ നിറയെ ദ്വാരങ്ങളുണ്ട്. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ വളരുന്ന ചെടികളെ മാറ്റി നടേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇതിൻ്റെ ചെറിയ ദ്വാരങ്ങളിൽ കൂടി അവയുടെ വേരുകൾ പുറത്തേക്ക് വരികയും ആ ദ്വാരത്തിൽ വെച്ച് വേര് തിങ്ങി വേര് വലുതാകാൻ പറ്റാതെ ചെടി പിന്നീട് വാടിപ്പോകാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മളെന്തായാലും അത് ചെടിയിൽ നിന്നും വേർപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ചെടിയെ വീണ്ടും നമ്മൾ നല്ല രീതിയിൽ പോട്ടി മിക്സ് ചേർത്ത് മറ്റൊരു പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ 2 കട്ടിങ്സും കൂടി നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ട് വച്ചിട്ടുണ്ട്. റോസ്മേരി ചെടി വളരെ സെൻസിറ്റീവായ ഒരു ചെടിയാണ്. അതോടൊപ്പം തന്നെ നീല സിംഗിൾ പെറ്റലായിട്ടുള്ള ഡെയ്സി ചെടിയും കുറച്ച് നാളായി മാറ്റി നടാനായിട്ടിരിക്കുന്നു. അതും നമ്മൾ ഇതോടൊപ്പം മാറ്റി നട്ടിട്ടുണ്ട്. ഏകദേശം 1 മാസം മുമ്പ് വിരിഞ്ഞു തുടങ്ങിയ നമ്മുടെ ജമന്തി ഇപ്പോഴും പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.